സാറ്റർഡേ സ്പെഷ്യൽ. നമ്മൾ കുറേ റബ്ബറിന്ന് കിട്ടിയ കുറേ വിറക് കൊടുന്നിട്ടിട്ടുണ്ട് ഇവിടെ. കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാ എത്തുകില്ല മാറിവില്ല. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നുള്ളൊരു പോരലായിരുന്നു. അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം ഇന്നലെ വന്നു. ഇന്നലെ രാവിലെ അവിടെ നിന്ന് പോന്നു. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വരെ. അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് പോന്നു. പെട്ടെന്നുണ്ടായിരുന്ന ഒരു പോരലാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, മഴയൊന്നുമില്ല, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ചായ കുടിക്കണം. ഇന്നാണെങ്കിൽ സ്കൂളില്ല, ഇന്ന് 2ാം ശനിയാഴ്ച, പിന്നെ നാളെ ഞായറാഴ്ച. അപ്പോൾ എല്ലാ വില്ലന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ബാലുക്കുട്ടനും ബാലുക്കുട്ടൻ ഞാൻ വന്നപ്പോൾ തൊട്ടെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താ ബാലു പറഞ്ഞേ? വേറെ കടുവുണ്ട് ഈ തൊടിയില്ല കടുവേ? ഞാൻ ഒച്ചട്ടില്ലേ? ഞാൻ കേട്ടില്ല. ഇവിടെ കടുവുണ്ട് ഇപ്പുറത്ത് ഈ തോട്ടത്തിൽ എന്നാണ് പറയുന്നത്. സത്യമാണോ? ഇപ്പം പിന്നെ വല്ലാതെ പറ്റിക്കുക ഇതിലാണ് അവിടെ കടുവയും പുലിയൊക്കെ. മിച്ചറിട്ട് കഴിഞ്ഞോ? ഇവിടെ വന്നാൽ പിന്നെ വാഴത്തോട്ടത്തിൽ വരാതെ നോക്കൂല. വാഴത്തോട്ടത്തിൽ ഇതാ അച്ഛന് വാഴയ്ക്ക് വളരുന്നുണ്ട്. മിക്സ്ചർ ടാക്ടംബോസ് 20 18 അങ്ങനെ ഉണ്ടോ? അതെന്താന്ന് പറയാൻ പാടില്ലല്ലോ. ഞാൻ കൃഷിക്കാരൻ്റെ മകളായിട്ട് ഇതുവരെ അത് അറിയില്ല. പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേ എനിക്ക് ജലദോഷം പിടിച്ചു. ഇന്നലെ കാറ്റൊക്കെ തട്ടിയിട്ടോ എന്താണെന്നറിയില്ല, ജലദോഷം പിടിച്ച്. എന്താ ഞാൻ രാവിലെ കുളിച്ചാണ്. അത് കണ്ണിനൊക്കെ ഭയങ്കര അലർജി, ചൊറിച്ചിൽ, മൂക്കടഞ്ഞ്. രാത്രിയൊക്കെ നല്ല മൂക്കടപ്പായിരുന്നു. അപ്പോൾ വാഴത്തോട്ടത്തിൽ വന്നതാണ്. ആദ്യത്തെ വാഴയൊക്കെ പിന്നെ കൊലയൊക്കെ വെട്ടി കഴിഞ്ഞു. അതാ പുതിയ കന്ന് വെച്ചതാട്ടോ. വാഴേൻ്റെ ഇടയിൽ അച്ഛൻ പയറ് നട്ടിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അങ്ങനെ തന്നെയാണ്, ഇടവള കൃഷി ഉണ്ടല്ലോ. വാഴ വലിയതാകുമ്പോഴേക്ക് പയറ് പറിച്ച് കഴിയും. അപ്പം അമ്മ പയറ് പറിക്കുന്നുണ്ട്. ഉപ്പേരിക്കില്ല പയറെന്തായാലും കിട്ടും. ഉപ്പേരിക്കില്ല പയറ്, ചീര ഒക്കെ ഉണ്ടാവും. എനിക്ക് വളയത്തെ വീട്ടിൽ പോയാൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്കറികളാണ്. ചീരൻ്റെ ഇലയും മുരിങ്ങൻ്റെ ഇലയും കിട്ടും, പക്ഷേ ബാക്കിയുള്ള ഇലകളൊന്നും കിട്ടില്ല. ബാക്കിയുള്ള ഇലകൾ പറഞ്ഞാൽ മത്തൻ്റെ ഇല, ചെരങ്ങേൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, അവരേൻ്റെ ഇല, ചീര തന്നെ പലതരം ചീര ഉണ്ട്. ആ ഇലകളൊന്നും അവിടെ കിട്ടില്ല. ചീരയൊക്കെ പൈസ കൊടുത്ത് വാങ്ങണ്ടേ. ഇലകളാണ് മിസ് ചെയ്യുക, ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഇതാ സ്വർണ്ണമുഖി പറഞ്ഞ വാഴക്കന്ന് തന്നെയാണ് കേട്ടോ എപ്പോഴും വെച്ചത്. എൻ്റെ ബാക്കിയുള്ള കന്നുകൾ വെച്ചതാണ്. വാഴയൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ല. ജയ് ജവാൻ ജയ് കിസാൻ കണ്ടോ. സ്വർണ്ണമുഖിയുണ്ട്, പിന്നെന്താ മേട്ടുപ്പാളയൻകുള്ളൻ അതുണ്ട്. ഇവിടെ ദാ ചെറിയൊരു കൈത്തോടുണ്ട് കേട്ടോ. ആണി കണ്ടോ. മീനുണ്ട് ഇതിൽ, നിറയെ മീനുണ്ട്. അല്ലൂനും ബാലൂനൊക്കെ ഇതിലിടയ്ക്ക് സ്കൂളിനകത്തുനിന്ന് ചൂണ്ടിട്ട് പിടിക്കുന്ന പണിയാണ്. പക്ഷെ പാമ്പുകളും ഉണ്ടാവും ആ ഏതിൻ്റെ സൈഡിലൊക്കെ. പക്ഷെ നല്ല മഴ പെയ്ത് പുഴയിൽ കൂടെ മൊത്തത്തിൽ വെള്ളം വന്നാൽ ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും. അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ ഞാൻ കുറച്ച് പയർ വറക്കട്ടെ കേട്ടോ. എന്താ ഈ ബാലുക്കുട്ടൻ പറയണ അമ്മ? ബാലുക്കുട്ടൻ എന്താ പറയണേ? ബാലു എന്താ ഈ പറയണത്? എന്താ ബാലുട്ടൻ്റെ ധൈര്യമല്ല? ഓയ് നിങ്ങളുടെ കാന്താരി പെണ്ണും എൻ്റെ കാന്താരി ചെക്കനും നിങ്ങൾ പോന്നപ്പോൾ ഇവിടെ എണീറ്റിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വേഗം പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചത് അമ്മായിൻ്റെ കാന്താരി. ബാലു ഇവിടെ ഒരു പാമ്പിൻ്റെ
പടം പൊഴിച്ചത് കാണാൻ പോകുന്നതാണ്. പാമ്പിന്റെ പീലി. ആ അത് വലിയ പാമ്പ്. അത് പാമ്പ് ബാലുട്ടാ. ഇങ്ങനത്തെ വെള്ളത്തിൽ കൂടെ ഉണ്ടാകും. ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ വരരുത് കേട്ടോ. ഇതില് എന്തെങ്കിലും കുത്തിയ പാമ്പാണ് കൂടി അറിയില്ലേ. മീനാണ് കരുതുങ്ങള്. പാമ്പാണെങ്കിൽ എത്രയും വലിയ പാമ്പിന്റെ പീലിയാണത്. അത് പാമ്പ് പടം പൊഴിച്ചതാ. പോര് പോര് പോര്. ഇതിലൊന്നും ചൂണ്ടിടാനോ മീൻ പിടിക്കാനൊന്നും വരരുത് കേട്ടോ വാൽട്ടാ. ആ പാമ്പിനെ കാണൂല, മീനാണ് കരുതുങ്ങള്. പാമ്പ് കുത്തണതൊന്നും അറിയില്ല, കൊത്തും. നീ മീൻ പിടിക്കാൻ പോരരുത് കേട്ടോ. ഇതിലൊന്നും മീനില്ല. ഇതിലൊക്കെ ആകെ ചളി നിറഞ്ഞ വെള്ളമാണ്. വലിയ പാമ്പിന്റെ പടാണ് കണ്ടോ. മൂർക്കന്റെ എന്തിനെങ്ങനെ. പോര് പോര് പോര്. പോ 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 പോ. ഈ പുല്ലില്ലേ പാലുകുട്ട, ഈ പുല്ലാണ് പശുക്കൾ നല്ലോണം തിന്നുന്ന പുല്ല്. മണ്ടയം. മണ്ടയം എന്നാ ഈ പുല്ലിന്റെ പേര്. ബാലു, എവിടെയാണ് മീനുള്ളത്? തോട്ടിലോ? നിറയെ മീനുണ്ടോ? ഇവരെന്തൊക്കെയാ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാണ്. പോയി നോക്കട്ടെ. ചെറിയ കുഞ്ഞി പരലുകളാണ്. കുഞ്ഞി പരലുകളൊക്കെ വളർത്തുന്നതാ. ദാ വാഴ വെച്ചതിൽ ഒക്കെ നിറയെ വെള്ളമാണ്. കവുങ്ങിൻ്റെ തോപ്പിൽ നിറയെ വെള്ളം. ആ നടക്ക് നടക്ക്. ബാലക്കുട്ടൻ അതിസാഹസികമായി അക്കരെ എത്തി. ഇനി ഞങ്ങളെങ്ങനെ എത്തുക? ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ വെച്ചുമ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പിന്നെ അപ്പുറം കിടക്കണം. ആ കഴിഞ്ഞിൻ്റെ തടിയുമ്പോൾ കൂടെ ഞങ്ങൾ വരുന്നത്. ഇങ്ങനെ അതിസാഹസികമായി ഞങ്ങൾ പിന്നെ പാലം കിടക്കട്ടോ. കുഞ്ഞായിട്ടില്ലേ? ആയിട്ടില്ലേ? ഫസ്റ്റ് ഒരാൾ വരി. പാലല്ലെങ്കിൽ ഉറപ്പില്ലാത്തതാ. നിങ്ങളെന്താ പോയോ? ടിങ്ക് ടിങ്കാ. അങ്ങനെ ലച്ചുമോളും ഞാനും കൂടെ ബാലുക്കുട്ടൻ്റെ കൂടെ തോട്ടിലൊക്കെ പോയി മീനൊക്കെ ഉണ്ടോ നോക്കി. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നിട്ടോ. ഞാൻ വരുമ്പോൾ എല്ലാവർക്കും ഇതിന് വാരി കൊടുക്കാം. ഇപ്പോൾ വാഴത്തോട്ടത്തിലൊക്കെ പോയി വന്നപ്പോഴേ ഭയങ്കര വിശപ്പ്. അപ്പം ഞാനൊരു അപ്പവും ചെറുപയറിൻ്റെ കറി എടുത്ത് കഴിക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അത് ആ ബാലുക്കുട്ടന് വന്നു കേട്ടോ. അപ്പോൾ അവന് കുറച്ച് വാരി കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ ബാക്കിയുള്ള അപ്പം അവൻ തന്നെ കൊടുത്തു. അവന് എന്നേക്കാളും വലിയ വിശപ്പ്. കാരണം ഞങ്ങൾ വാഴയിൽ ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആ തോട്ടിലൊക്കെ കയറി ഇറങ്ങി മീനൊക്കെ ഉണ്ടോ നോക്കി വന്നപ്പോഴേക്കും രണ്ടാളും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. രാവിലെ വാഴയിലൊക്കെ പോയി അച്ഛനെ കുറച്ച് സഹായിച്ചു. പിന്നെ വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു. കുറച്ച് നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നതാ ഞങ്ങൾ സ്വപ്ന വീടിൻ്റെ അടുത്താണ് കേട്ടോ. സ്വപ്ന വീടിന് ഇപ്പോൾ അടുപ്പുണ്ടാക്കാനൊക്കെ ഉണ്ട്. വയറിങ് കയറ്റി വശി അങ്ങനത്തതൊക്കെ കഴിഞ്ഞാണ്. അപ്പോൾ എൻ്റെ അനിയത്തിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ എല്ലാവരും കൂടി ഇന്നിപ്പോൾ ഒഴിവല്ലേ. അപ്പോൾ 2 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് കരുതി. അപ്പോൾ ദാ സ്വപ്ന വീടിൻ്റെ അടുത്ത് കിണറിൻ്റെ ഇതെന്താ വെള്ളം കോരുന്നതൊക്കെ എടുത്തിട്ട് പോലെ നല്ല വെള്ളം ഉണ്ട് അല്ലേ. അല്ല റിങ്ങിറക്കിയതിൻ്റെ മുകളിലാണ് വെള്ളം നിൽക്കുന്നത്. ഇതാ ഞങ്ങളുടെ സ്വപ്ന വീട്, ഞങ്ങളുടെ ലച്ചുമ്മാൻ്റെ വീട്. അപ്പോൾ എന്താ വെയിൽ. ഈ മഴക്കാലത്താണ് ഇങ്ങനത്തെ നല്ല വെയിൽ. അപ്പോൾ വീട് ഉണ്ടാവും. വീട് ഇനിയും പണിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു വീടായി. നമ്മൾ കുറേ റബ്ബറിന്ന് കിട്ടിയ കുറേ വിറക് കൊടുന്നിട്ടിട്ടുണ്ട് ഇവിടെ. ഇനി ഞങ്ങളുടെ സ്വന്തം സ്ഥലം, ഞങ്ങളുടെ സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം. ഇവിടെയാണ് ഞാൻ വീട് വെക്കുന്നത്. ഇവിടെ ഞാനാട്ടോ വീട് വെക്കുന്നത്. ബാൽട്ട ഈ വാഴയൊക്കെ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് അല്ലേ. വാഴ ഉണ്ട്, മാങ്ങഞ്ചി ഉണ്ട്, മഞ്ഞളുണ്ട്, പിന്നെന്താ വഴുതന, ചീര. അവിടെ വഴുതനക്ക് പറഞ്ഞ പേരെന്താ അറിയോ? ബദനി. ബദനി ബദനി ശരിക്ക് എന്താ കന്നഡ ഭാഷയല്ലേ ആണ് തോന്നുന്നു. മുരിങ്ങതാ മഴക്കാലത്താണ് വെയിൽ. ആ കണ്ണ് പുളിച്ചിട്ട് കണ്ണും
വാഴ സ്വർണ്ണമുഖിക്കന്നാ തോന്നുന്നു വെച്ചത്. വീടൊക്കെ കണ്ടു. ഇനിതാ ഞങ്ങൾ പോണത് മീൻ പിടിക്കാൻ ചൂണ്ടടാൻ. ഇതാ 2 ചൂണ്ടടൽക്കാർ ഇതാ വരുന്നത്, ബാലുട്ടനും മോനുട്ടനും. ഇവിടെ വന്നാൽ ഞാനും പ്രസാദേട്ടനും കുളിക്കാൻ വരുന്ന കടവാണിത്. അതിതാ ഇങ്ങനെയായി. ഹലോ ഗൈസ് അല്ല, നിങ്ങളെ ഗൈസ് 2 ചൂണ്ടടൽക്കാർ. നിങ്ങൾ ഇങ്ങനെ മീൻ പിടിക്കല്ലേ. പുഴയിൽ വെള്ളം കുറവാല്ലേ? ഒരു വഴിക്ക് വീഴൊന്നുമില്ല. ആ പുഴയിലെത്തിയാൽ നീന്താലോ. ഞാനും മെല്ലിറങ്ങട്ടെ. പുഴ നല്ല വൃത്തിയായിട്ടുണ്ട്, മണലൊക്കെ ഉണ്ട്. ഞങ്ങൾ കുളിക്കാൻ വരുന്ന കടവാ, നല്ല വൃത്തിയാണ്. വേനൽക്കാലം പോലെ ഉണ്ട്, അതായത് മഴ പോയിട്ട് വേനൽക്കാലം വന്ന പോലെ ഉണ്ട്. നല്ല മഴക്കാലത്ത് അത്. ഞാനിവിടെ ഇരുന്നു, ഇവർ ചൂണ്ടടാന് മണ്ണിരനെ കളിച്ച് നോക്കാണ്. ചൂണ്ടട്ടാലാകെ നല്ല പരലോ കരിമീൻ്റെ കുട്ടികളൊക്കെ കൊത്തും. കുട്ടികൾക്ക് അത് രസം. ഇവിടെ സ്കൂള് ഇല്ലാത്ത ദിവസം പിള്ളേരൊക്കെ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ പുഴയിൽ അല്ലെങ്കിൽ തോട്ടിലൊക്കെ പോയി. അല്ലെങ്കിൽ കുഞ്ഞി പരലുകൾ ലൈറ്റിലൊക്കെ പിടിച്ചുവിടില്ല. ഏറ്റവും തിന്നാനും പറ്റില്ല. തീരത്തെ ധാരാളമായിട്ട് കാണുന്ന ഒരു മരമാണിതാ, കമ്പിളി മരം. കമ്പിളി നടന്നില്ല പറയാ. എടി ഇത് കമ്പിളി അല്ലേ? കമ്പിളി പരുത്തി എന്തോ ഒന്നാണ്. ഈ കണ്ണ് വേദനയ്ക്ക് ഇങ്ങനെ വെയിൽ കുത്തിയിട്ട്. നല്ല വെയിലാണ്, അതാ കണ്ടോ. പുഴയിൽ വെള്ളം നന്നായിട്ട് കുറഞ്ഞു. പ്രസാദേട്ടൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ പറയുന്നത് പുഴയ്ക്ക് അങ്ങനെ അധികം പോണ്ട, വെള്ളം ഉണ്ടാവും. പക്ഷെ പുഴയിൽ വെള്ളമല്ല, സാട്ടാ പുഴയിൽ വെള്ളം കുറവാണ്. നമ്മൾ കുളിക്കുന്ന കടവൊക്കെ ഇതാവും. പിള്ളേരതാ ചൂണ്ടടാനാണെന്നൊക്കെ പറഞ്ഞു പോയി. എന്താ ഞങ്ങളെ പുഴേൻ്റെ സൗന്ദര്യം, നല്ല രസമുണ്ട്. ആ സ്വർണ്ണം അരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും അക്കരയൊക്കെ. ഗോൾഡ് മർച്ചൻ്റ്, നല്ല രസമുണ്ട്. ഇതിങ്ങനെ കണ്ടാൽ മറ്റേ ഹിമാലയത്തിലെ മലകളെ പോലെ തോന്നുന്നുണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ. അങ്ങനെ ഞാൻ ചൂണ്ടടാണ് കേട്ടോ. ബാലുട്ടനാണ് എൻ്റെ ഗുരു. ബാലുട്ടനെതാ മണ്ണിരനൊക്കെ കോർത്ത് തന്നാണ്. ചൂണ്ടട്ട മീനാണോ എന്താണോ കൊത്തുകയെന്നറിയില്ല. ചൂണ്ടയിട്ട് ഞാൻ മീൻ പിടിക്കുന്നു. വലിയ മീൻ വേണോ, ചെറിയ മീൻ വേണോ, കൊമ്പൻ സ്രാവ് വേണോ, എന്താ വേണ്ടത്? സ്രാവ് തരണ്ടി, വളയത്ത് സ്രാവ് തരണ്ടി ഏതാ വേണ്ടത്? അതോ ഇവിടുത്തെ മത്തി ചൂര ഏതാ വേണ്ടത്? നത്തോലി ഏതുമില്ല. പുഴയത്തെ നത്തോലി ഇല്ല, ബത്തലും ഇല്ല. ശരിക്കും നത്തോലി നല്ലടി പറയാ. എന്നാ മനസ്സേ നത്തോലി എന്നല്ല പറയാ. നമ്മൾ വത്തൽ എന്നറിയും, വളയത്തുള്ളൊരു നെത്തൽ അറിയും. ആലപ്പുഴ ഭാഗത്ത് വയമ്പ്, ചൂട, അങ്ങനെ എന്തൊക്കെ പേരുണ്ട് ഈ നത്തോലി മീനിന്. ചൂണ്ടലിടലൊക്കെ കഴിഞ്ഞു. മീനൊന്നും കിട്ടില്ല. എന്താ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് തേച്ച് മിനുങ്ങി, അത് കണ്ട് അപ്പൻ ചീത്ത പറഞ്ഞു. വെച്ചുമോളെ പാട്ടാ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാ. ഇപ്പൊ ശനിയാഴ്ചത്തെ വിശേഷത്തേ ഉള്ളൂ. വീട്ടിൽ നല്ല ചിക്കൻ കറിയും പുളിശ്ശേരി ഉണ്ട്, കുമ്പളങ്ങ പുളിശ്ശേരി ചിക്കൻ കറിയും. ടീമായിട്ട് ഇതാ ചൂണ്ടിടുന്ന ആൾക്കാരെ കണ്ടോ? ഒരാൾ ഇതായി വെള്ളത്തിൽ തന്നെ ഇരിക്കണ്. എടാ വെള്ളത്തിലിരിക്കണ്ട ബാലുട്ടാ, നീർനായ വരും. നീർനായ വന്നിട്ടേ കടിക്കും. ഇങ്ങോട്ട് പോര്.